ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഷാൻ വധക്കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. 6 പ്രതികൾക്കും ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. ഷാൻ വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് കേരളം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷയിലാണ് കേരള ഹൈക്കോടതി പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റിരിക്കുകയാണ്. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഷാനെ വധിച്ച കേസിലെ പ്രതികൾക്ക് ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് ചൂണ്ടിക്കാട്ടി കേരളം ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്കെല്ലാം വധശിക്ഷ ലഭിച്ച് ജയിലിൽ കിടക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ ഷാനെ വധിച്ച കേസിലെ പ്രതികൾ പുറത്തിറങ്ങി നടക്കുന്നത് സമാധാന അന്തരീക്ഷത്തെ ബാധിക്കും എന്നൊക്കെയുള്ള വാദഗതികളാണ് കേരളം സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ വാദമെല്ലാം സുപ്രീം കോടതി ഇന്നിപ്പോൾ തള്ളി. കാരണം നേരത്തെ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടിയ സമയത്ത് ജാമ്യ വ്യവസ്ഥകളൊന്നും തന്നെ ഈ പ്രതികൾ ലംഘിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഷാൻ വധക്കേസിലെ 6 പ്രതികൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഋഷികേഷ് ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള മലയാളിയായ അഭിഭാഷകന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ കേസിൽ പ്രതികൾക്കായി ഇന്നിപ്പോൾ ഹാജരായിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.